അവനെ ബെഞ്ചിലിരുത്തണം. ടീമിലെടുത്തത് തന്നെ മഹാബദ്ധം. ശത്രുവിന്റെ പോസ്റ്റിന് മുമ്പിൽ വെറുതെ നിൽക്കുന്നവൻ, സ്വന്തം സഹതാരങ്ങൾക്ക് പോലും വേണ്ടാത്തവൻ, പോർച്ചുഗൽ ഫുട്ബോളിന്റെ ശാപം എന്നിങ്ങനെ വിമർശനങ്ങളുടെ ആനപ്പകയുമായി ലോകം മുഴുവൻ ആ ഒരൊറ്റ മനുഷ്യന് നേരെ വിരൽ ചൂണ്ടി. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു ഭാഗത്ത് അണപ്പൊട്ടിയൊഴുകിയപ്പോൾ അയാളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതികരിച്ചില്ല. മറുപടി കൊടുക്കാൻ വാക്കുകളല്ല, മറിച്ച് തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പച്ചപ്പുൽ മൈതാനമാണ് നല്ലതെന്ന് ആ ഇതിഹാസത്തിന് നന്നേ അറിയാമായിരുന്നു. ശത്രുക്കളുടെ കോട്ട തകർക്കാനുള്ള കൃത്യമായ സമയത്തിനായി അവൻ കാത്തിരുന്നു. ഒടുവിൽ വിധിയുടെ ആ സുദിനം വന്നെത്തി. മത്സരത്തിന്റെ വന്യമായ അന്തരീക്ഷം. ജാവോ കാൻസലോയുടെ കാലുകളിൽ നിന്ന് അളന്നു തൂക്കിയ ഒരു ലോ ക്രോസ് ബോക്സിലേക്ക് പറന്നിറങ്ങുന്നു. അവിടെ കാവൽക്കാരെ വെട്ടിച്ച് കൃത്യമായ സ്ഥാനത്ത് ഒരു രൂപം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പന്ത് നിലം തൊടുന്നതിന് മുമ്പ് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ആ വലതുകാൽ കൊണ്ട് തൊടുത്ത ആ മാരകമായ ഫസ്റ്റ് ടൈം ഷോട്ട്. ഉസ്ബെക്കിസ്ഥാൻ ഗോൾ കീപ്പർക്ക് ഒന്ന് കണ്ണു ചിമ്മാൻ പോലും സാധിച്ചില്ലായിരുന്നു. അതിനു മുമ്പേ പന്ത് വലയുടെ നെഞ്ചു കീറി അകത്തേക്ക് കടന്നിരിക്കുന്നു. ഹ്യൂസ്റ്റൺ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച നിമിഷം. അവിടെ പുതിയ ലോക ചരിത്രം പിറവിയെടുക്കുകയാണ്. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ. ക്യാമറ കണ്ണുകൾ ആ മുഖത്തേക്ക് സൂം ചെയ്തപ്പോൾ ലോകം കണ്ടു, അതെ, അത് മറ്റാരുമല്ല. ആവേശം കരിന്തിരി കാത്തിരിക്കാൻ നോക്കിയവർക്ക് മുമ്പിൽ വിശ്വരൂപം പൂണ്ട സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്തൊരു ഗോളായിരുന്നു! എന്തൊരു അമാനുഷികനാണ് അയാൾ! അവന് സ്വന്തം ടീമംഗങ്ങൾ പോലും പാസ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടായിരുന്നു അടുത്ത നീക്കം. റൊണാൾഡോക്ക് പന്ത് നൽകില്ലെന്ന് മാധ്യമങ്ങൾ വിധിയെഴുതിയ അതേ ബ്രൂണോ ഫെർണാണ്ടസിന്റെ മനോഹരമായ പാസ്. ഇത്തവണയും ആ വേട്ടക്കാരന് പിഴച്ചില്ലായിരുന്നു. പന്ത് വീണ്ടും വലയിൽ. തന്നെ തളർത്താൻ നോക്കിയവർക്ക് മുമ്പിൽ ഇതിലും മധുരമുള്ള ഒരു പ്രതികാരം വേറെയുണ്ടോ? വീണുപോയെന്ന് കരുതിയാൽ അവിടം കൊണ്ടൊന്നും തീരുന്നതല്ല ഈ ചരിത്രം. ഫിനിക്സ് പക്ഷിയെപ്പോലെ ആ ചാരത്തിൽ നിന്നും അവൻ പറന്നുയരുമെന്ന് ഉറപ്പായിരുന്നു. എന്തൊരു അവിശ്വസനീയമായ തിരിച്ചുവരവാണിത്! കാലം എത്ര കഴിഞ്ഞാലും കാൽപന്ത് കളിയിൽ ഒരേയൊരു രാജാവ് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അയാൾക്ക് പകരം വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ അയാൾ മാത്രമാണ്, ഒരേയൊരു റൊണാൾഡോ. വിമർശനങ്ങളുടെ കൂരമ്പുകൾ പാഞ്ഞെടുത്തപ്പോൾ, പരിഹാസത്തിന്റെ പെരുമഴ പെയ്തപ്പോൾ പലരും കരുതി ആ ഇതിഹാസ സൂര്യൻ അസ്തമിച്ചുവെന്ന്. കാലം അവനെ മറവിയിലേക്ക് തള്ളുകയാണെന്ന് വിധിയെഴുതിയവർ ഏറെയായിരുന്നു. കാൽപന്തിലെ ആ മാന്ത്രികത അവസാനിച്ചുവെന്നും പടിയിറങ്ങാനുള്ള സമയമായെന്നും അവർ അഹങ്കാരത്തോടെ അടക്കം പറഞ്ഞു. എന്നാൽ അതൊരു പതനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള വെറുമൊരു നിശബ്ദത മാത്രമായിരുന്നു. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ചാരത്തിൽ നിന്നും ഉയർത്തിൽ നിൽക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ അവൻ വീണ്ടും അവതരിക്കുകയാണ്. എതിരാളികളുടെ നെഞ്ചിൽ ഭയം നിറച്ചുകൊണ്ട്, വിമർശകരുടെ വായടിപ്പിച്ചുകൊണ്ട് ആ ഫുട്ബോൾ രാജാവ് മടങ്ങിയെത്തിയിരിക്കുന്നു. തന്നെ പരിഹസിച്ചവരോട് വാക്കുകൾ കൊണ്ടല്ല, കാലുകൾ കൊണ്ട് മറുപടി പറയുന്ന ഒരു തിരിച്ചുവരവാണ് ലോകം കണ്ടത്. ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് എന്ത് പറയണമെന്നറിയാതെ നിസ്സഹാരായി നിൽക്കുകയാണ്. അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവരെ അമ്പരിപ്പിക്കുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് കേവലമൊരു വിജയത്തിന്റെ അഹങ്കാരമല്ല, പകരം ആകാശത്തേക്ക് നോക്കി കണ്ണടച്ചു നിൽക്കുന്ന ഒരുവന്റെ ആത്മീയമായ സമർപ്പണമാണ്. അനുഭവിച്ച വേദനകളുടെയും ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളുടെയും ഭാരം ഇറക്കി വെച്ചതിന്റെ വലിയൊരു ആശ്വാസം ആ പുഞ്ചിരിയിലുണ്ട്. വിയർപ്പും ചോരയും നൽകി സ്നേഹിച്ച കളിക്കളത്തിൽ തനിക്കിനിയും ഏറെ ചെയ്യാനുണ്ടെന്ന സത്യം ലോകത്തോട് നിശബ്ദമായി വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരമാണത്. എന്നാൽ ഈ ചരിത്രപരമായ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരാണ്. ഓരോ വീഴ്ചയിലും നെഞ്ചിടിപ്പോടെ അവനൊപ്പം നിന്നിരുന്ന അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാണ്. തങ്ങളുടെ പ്രിയതാരം വീണ്ടും മൈതാനത്ത് വിസ്മയം തീർക്കുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിലെ കൊടുങ്കാറ്റുകൾ അടങ്ങിയിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ, അനിർവചനീയമായ ആനന്ദത്തിന്റെ പൂർണ്ണമായ ശാന്തതയിലാണവർ. മത്സരത്തിന്റെ 16-ാം മിനിറ്റ്. ഗാലറി ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ച ഒരു നിമിഷം. പോർച്ചുഗലിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു.
പന്തിന് പിന്നിൽ ലോകം കാത്തിരിക്കുന്ന ആ 7-ാം നമ്പർ ജേഴ്സിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലയുറപ്പിച്ചു. അവന്റെ ആഞ്ഞടിക്കായി ഉസ്ബെക്കിസ്ഥാന്റെ പ്രതിരോധ പട ഒരു വൺമതിൽ തന്നെ അവിടെ തീർക്കുന്നുണ്ട്. ഗോളിയും പ്രതിരോധ നിരയും റൊണാൾഡോയുടെ ആ വിനാശകരമായ കിക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സർവ്വശക്തിയുമെടുത്ത് സംഭരിച്ച് കാത്തുനിന്നു. എന്നാൽ അവിടെയാണ് കാൽപന്ത് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആ തന്ത്രം പിറന്നത്. പലരും സോർത്തനെന്ന് മുദ്ര കുത്തിയ ആ നായകൻ ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ചുകൊണ്ട് പന്തിന് മുന്നിൽ നിന്നും പെട്ടെന്ന് മാറി നിൽക്കുന്നു. ഉസ്ബെക്കിസ്ഥാന്റെ മതിലിന്റെയും ഗോളിയുടെയും കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് റൊണാൾഡോയുടെ തണലിൽ നിന്നും ന്യൂനോ മെൻഡസ് ഒരിയമ്പ് പോലെ പാഞ്ഞെടുത്തു. മെൻഡസിന്റെ ബൂട്ടുകളിൽ നിന്ന് തൊടുത്തുവിട്ട ആ വെടിയുണ്ട ഉസ്ബെക്കിസ്ഥാൻ ഗോൾ വലയെ ചുംബിക്കുമ്പോൾ അവിടെ പിറന്നത് വെറുമൊരു ഗോൾ മാത്രമായിരുന്നില്ല. അത് ഒരു യഥാർത്ഥ നേതാവിന്റെ വലിയൊരു മനസ്സിന്റെ പ്രതിഫലനമായിരുന്നു. തനിക്ക് നേരെ ഉയർന്നു വന്ന പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും വായടിപ്പിക്കാൻ റൊണാൾഡോക്ക് സ്വന്തമായി ഗോൾ നേടേണ്ടതില്ലായിരുന്നു. തന്റെ ടീമിന്റെ വിജയത്തിനായി യുവതലമുറയുടെ മികവിനായി വഴിമാറിക്കൊടുക്കാൻ മടിക്കാത്ത ഒരു യഥാർത്ഥ ടീം പ്ലെയറുടെ ഹൃദയമാണ് ആ 16-ാം മിനിറ്റിൽ ലോകം കണ്ടത്. അവൻ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം കളിക്കുന്നവനാണെന്നും പറഞ്ഞ് ട്രോളിയവരുടെ നാവുകൾ ഈ നീക്കത്തോടെ നിശ്ചലമായി. കളി ജയിപ്പിക്കാൻ ഗോളടിക്കുക മാത്രമല്ല, അടിപ്പിക്കാൻ അവസരമൊതുക്കുന്നതിലും ഈ ഇതിഹാസത്തിന്റെ ലക്ഷണമാണെന്ന് CR7 ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ലോകകപ്പിൽ പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡിന്റെ പാറ്റേൺ ഇതിഹാസ താരം യുസേബിയോയിൽ നിന്ന് വാങ്ങി ക്രിസ്ത്യാനോ തന്റെ ഗോൾ സ്കോറിംഗ് സ്ട്രൈക്ക് തുടരുമ്പോൾ പോർച്ചുഗൽ സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് വിജയം പൂർത്തിയാക്കുന്നത്. പക്ഷേ താരതമ്യേന ദുർബലരായ ഉസ്ബെക്കിസ്ഥാനെതിരെ വിജയം നേടിയത് കൊണ്ട് മാത്രം ഈ ലോക ചാമ്പ്യന്മാരാകാൻ കെൽപ്പുള്ള ടീമാകുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ വേട്ട തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ എതിരാളികൾ കരുതിയിരിക്കേണ്ടത് അവനെ തന്നെയാണ്. അതെ, വിമർശനങ്ങളുടെ പേനതുമ്പിൽ മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നവർക്ക് മുമ്പിലേക്കിതാ അയാൾ വീണ്ടും ഒരു മാസ് ഇതിഹാസം രചിച്ചിരിക്കുന്നു. 2 ഗോളുകളോടെ ഫുട്ബോൾ ചരിത്രത്തിൽ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് കൂടി നേടിയാണ് ടെക്സാസിലെ ആ രാജകീയ വിപ്ലവം റൊണാൾഡോ അവസാനിപ്പിക്കുന്നത്. അയാൾ വീഴുമ്പോൾ ചിരിക്കുന്നവർക്കറിയില്ല, അയാൾ ചരിത്രത്തിന്റെ കൊടുമുടിയിലേക്ക് വീണ്ടും ഉയർന്നു പറക്കാനുള്ള ഊർജം സംഭരിപ്പിക്കുകയാണെന്ന്. വിമർശകരോടാണ്, ഇനിയും നിങ്ങൾ വിമർശിക്കണം, അയാളെ പരിഹസിക്കണം, ആ ടീമിനെയും നിങ്ങൾ പരിഹസിക്കണം. അപ്പോഴാണ് അയാൾക്ക് ഊർജം കിട്ടുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് മുമ്പിൽ അയാൾ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്.